സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസ് പരാതിക്ക് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണോ? രഞ്ജിത്ത് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് ലൈംഗികാതിക്രമ കേസ് പരാതിക്ക് പിന്നിൽ വൈരാഗ്യമെന്നാണ് പ്രതിയുടെ ആരോപണം. നടിയുടെ അഭിനയത്തെ സംവിധായകൻ എന്ന നിലയിൽ വിമർശിച്ചു. അഭിനയം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിനാൽ ചില സീനുകൾ വെട്ടിക്കുറച്ചു. സെറ്റിൽ ഇക്കാര്യം പ്രചരിച്ചു. ഇതിന്റെ വൈരാഗ്യമാണ് നടിയുടെ പരാതിക്ക് കാരണമെന്നും രഞ്ജിത്ത് കോടതിയെ അറിയിച്ചു. രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ടാണ് കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. മരുന്നുകൾ കഴിക്കാൻ തയ്യാറായില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുന്നത് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കമെന്നാണ് രഞ്ജിത്തിന്റെ അഭിഭാഷകന്റെ വാദം. കസ്റ്റഡി അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഒരു പുതിയ വാദമാണ് സംവിധായകൻ രഞ്ജിത്ത് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നടിക്ക് വൈരാഗ്യമുണ്ട്, സിനിമാ സെറ്റിൽ വെച്ച് അഭിനയം മോശമായതിൻ്റെ പേരിൽ വിമർശിച്ചു, അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരിൽ നൽകിയ പരാതിയാണെന്ന്. സ്വാഭാവികമായും പ്രതിഭാഗം ഇത്തരം ആരോപണങ്ങളൊക്കെ പലപ്പോഴും ഉന്നയിക്കാറുണ്ട് പല കേസുകളിലും. ഇവിടെ രഞ്ജിത്തിൻ്റെ പൂർവ്വകാല പശ്ചാത്തലം ഉൾപ്പെടെ കോടതി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? കാരണം മുൻപും സമാനമായ രീതിയിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? രാവിലെ ആയിരുന്നു രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കേണ്ടത്. പക്ഷേ പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷയാണ് നൽകിയത്. രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയായിരുന്നു പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, ഡോക്ടർമാരോടക്കം നിസ്സഹകരണമായിട്ടൊരു നിലപാടാണ് രഞ്ജിത്ത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേഗം ഈ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് വേഗം തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ ശേഷം നേരത്തെ തന്നെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ നൽകിയെങ്കിൽ പോലും ഒരു ദിവസം മുൻപ് തന്നെ തിരിച്ച് കോടതിയിലേക്ക് സമർപ്പിച്ചത് അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോയതെന്നാണ് ഈ അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കുന്നത്. ഇതിനെ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് രഞ്ജിത്തിനെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ജയിലിലിടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ നൽകിയിട്ടും 2 ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കി തിരികെ നൽകിയത്? വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് ജാമ്യം നിഷേധിക്കാൻ അല്ലെങ്കിൽ ജാമ്യം നൽകാതിരിക്കാനുള്ള പോലീസിന്റെ തന്ത്രമായിട്ടാണ് അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തുകയും ചെയ്തത്. എന്തായാലും 10-ാം തീയതിക്ക് ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചോളൂ എന്ന് കോടതി പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായും ഒരു ജാമ്യത്തെ എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അഭിഭാഷകർ എന്നുള്ള നിലയിൽ പല തന്ത്രങ്ങളും ഇരയും. അതാണ് പുതിയൊരു വാദവുമായി ഇന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ എത്തിയപ്പോൾ പറഞ്ഞത്. ഈ നടിക്ക് അഭിനയിക്കാൻ അറിയില്ല, അഭിനയിക്കാൻ അറിയാത്തതിനെ താൻ വിമർശിച്ചു, അത് സെറ്റിലടക്കം ഇക്കാര്യങ്ങൾ പ്രചരിച്ചു, അതിന്റെ നാണക്കേട് കൊണ്ട് അതിന്റെ വൈരാഗ്യം കാരണമാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു കള്ളക്കേസ് ഉണ്ടാക്കിയത്. ഇതിന്റെ കാലതാമസം, അതായത് ജനുവരി 30-ാം തീയതിയാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് പരാതി നൽകുവാൻ ഇത്രയേറെ താമസിച്ചത്? ആ 2 മാസം എന്തുകൊണ്ട് വൈകി എന്നൊരു കാര്യമാണ് അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് ഈ തെളിവെടുപ്പിനോട് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്, കോടതിയിൽ വ്യക്തമാക്കുന്നത്. പല ഈ ഡിജിറ്റൽ തെളിവുകളടക്കം ലഭ്യമാക്കേണ്ടതുണ്ട്. സെറ്റിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും രഞ്ജിത്ത് മറുപടി നൽകുവാൻ തയ്യാറാകുന്നില്ല എന്നുകൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷയിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുക. നിലവിൽ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഒരു വൈരാഗ്യമാണ്, ഈ നടിക്ക് രഞ്ജിത്തിനോടുള്ള വൈരാഗ്യം. അത് നടിയുടെ അഭിനയത്തെക്കുറിച്ച് വിമർശിച്ചതാണ് ആ വൈരാഗ്യത്തിന് കാരണവും ഈ പരാതി കെട്ടിച്ചമച്ചതാണ് എന്നുകൂടിയാണ് അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നവമി, ഇവിടെ പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം 3 ദിവസമാണ് നേരത്തെ രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് നൽകിയത്. പക്ഷേ ഒരു ദിവസം മുൻപ് തന്നെ രഞ്ജിത്തിനെ വീണ്ടും റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്? മാത്രമല്ല പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഈ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് വീണ്ടും
കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസ് ഒരുങ്ങുന്നത്? കാരണം ഇനി ഏതെങ്കിലും തെളിവുകൾ കണ്ടെത്താനുണ്ടോ? ശാസ്ത്രീയ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ലൈംഗിക ചൂഷണം നടന്നുവെന്ന് പറയപ്പെടുന്ന കാരവാനിൽ എത്തിച്ച് രഞ്ജിത്തിനെ തെളിവെടുത്തെന്ന് മനസ്സിലാക്കുന്നത്. ഇനി എന്തൊക്കെ വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനുള്ളത്? ടോമി, അന്വേഷണ സംഘം പറയുന്നത് കോടതിയിലടക്കം ഇന്ന് വ്യക്തമാക്കിയത് അന്വേഷണത്തോട് രഞ്ജിത്ത് സഹകരിക്കുന്നില്ല. കൃത്യമായിട്ട് രഞ്ജിത്തിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കുന്നില്ല. ഷൂട്ടിംഗ് സെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ രഞ്ജിത്ത് അതിനോട് മറുപടി നൽകുന്നില്ല. അതോടൊപ്പം തന്നെ ഡോക്ടർമാരോടും ആശുപത്രിയിൽ എത്തിച്ച് 24 മണിക്കൂർ കൂടുമ്പോൾ നിരീക്ഷണം ഉണ്ടാകണം. പ്രത്യേകിച്ച് കരൾ സംബന്ധമായിട്ടുള്ള രോഗമുള്ള ഒരു വ്യക്തിയാണ് രഞ്ജിത്ത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് രഞ്ജിത്തിന്റെ അഭിഭാഷകനും രഞ്ജിത്തും ഒക്കെ കോടതിയിലെ അറിയിച്ചിരിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്ത് 24 മണിക്കൂർ കൂടുമ്പോൾ രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം, ആവശ്യമായ മരുന്നുകൾ നൽകണം എന്നീ കാര്യങ്ങൾ കൂടി കോടതി ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. കോടതി അന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ രഞ്ജിത്ത് മരുന്നുകൾ കഴിക്കുവാനോ ഡോക്ടർമാരോട് സഹകരിക്കുവാനോ തയ്യാറാകുന്നില്ല. അപ്പോൾ രഞ്ജിത്തിന്റെ ആരോഗ്യ കാര്യത്തിൽ ആശങ്കയുള്ളത് കൊണ്ട് തന്നെയാണ് അധിക നേരം കസ്റ്റഡിയിൽ വെക്കാതെ, അല്ലെങ്കിൽ അധിക ദിവസം കസ്റ്റഡിയിൽ വെക്കാതെ വേഗം തന്നെ കോടതിയിലേക്ക് തിരിച്ചു നൽകിയതിന്റെ കാരണം ഈ ആരോഗ്യ പ്രശ്നത്തിലെ രഞ്ജിത്തിന്റെ നിസ്സഹകരണമാണ് എന്നാണ് കോടതിയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. പക്ഷേ അഭിഭാഷകൻ അതിനെ വാദിക്കുന്നത് രഞ്ജിത്തിനെ മനഃപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ജയിലിൽ വെക്കുവാനും ജാമ്യം നൽകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ തന്ത്രമായിട്ടാണ് ഈ ഒരു വാദത്തെ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത്. മറ്റൊന്ന്, ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പ്രകാരം തെളിവുകൾ ഇനിയും ശേഖരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, മരുന്നുകൾ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ ചില കാര്യങ്ങൾ, ഈ സെറ്റിൽ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പൂർണ്ണമായും അതിന് ഉത്തരം നൽകാത്തൊരു നിലപാടാണ്. അതുകൊണ്ട് അന്വേഷണം ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പോലീസ് സംഘം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകളുടെ കാര്യം പറഞ്ഞാൽ, ഈ പീഡനത്തിന് ശേഷം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തിയതിനു ശേഷം രഞ്ജിത്ത് ഈ അതിജീവിതയെ പലതവണ ഫോൺ വിളിച്ചിരുന്നു. പക്ഷേ അതിജീവിത ഫോൺ എടുക്കാൻ തയ്യാറായി. ഇതിന്റെയൊക്കെ ഈ ഫോൺ അങ്ങനെ സംഭാഷണം വിളിക്കാൻ ശ്രമിച്ചിരുന്നോ, ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചിരുന്നോ, വാട്സപ്പ് ചാറ്റുകൾ അടക്കമുണ്ടോ എന്നതൊക്കെ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. അതിന്റെ ഫലം ലഭിക്കേണ്ടതുണ്ട്. ഈ സിനിമാ സെറ്റിൽ അന്ന് അതിജീവിത തനിക്കുണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞ ആളുകളുടെ മൊഴിയെടുക്കണം. അതിൽ രണ്ടുപേരുടെ, ജോബി കുര്യന്റെയും ശാലിനി, അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയുടെയും മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ പോലും അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുവാനോ വിവരങ്ങൾ ലഭിക്കുവാനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത് രഞ്ജിത്തിന്റെ നിസ്സഹകരണവും അതോടൊപ്പം സഹപ്രവർത്തകരും വേണ്ട രീതിയിൽ ഈ അന്വേഷണവുമായി സഹകരിക്കാത്തതുമാണ് പോലീസിനെ കുഴപ്പത്തിലാക്കുന്നത്. ഈ സിനിമാ സെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും രഞ്ജിത്ത് മറുപടി നൽകുന്നില്ല എന്നാണ് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലുകൾ വേണം. എന്തുകൊണ്ടാണ് ഈ അന്വേഷണം ആ തലങ്ങളിലേക്ക് പോകാത്തത്? കാരണം ഇപ്പോൾ പ്രതിഭാഗം പുതിയ വാദങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട്. കേസ് അട്ടിമറിക്കാൻ വലിയ സ്വാധീനമുള്ള വ്യക്തികളാണ്. പല കള്ളക്കഥകളും കഥകളും മെനയാനുള്ള തന്ത്രങ്ങൾ അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനി കേസിൻ്റെ അന്വേഷണം അതിവേഗത്തിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയില്ലേ? കാരണം ഇങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വിചിത്രമായൊരു വാദമാണ്. അതായത് മുൻ വൈരാഗ്യം, സിനിമാ സെറ്റിൽ വെച്ച് വിമർശിച്ചതിൻ്റെ വൈരാഗ്യമാണ് ഇത്തരമൊരു പീഡന പരാതിക്ക് കാരണമെന്ന്. ഇത് മറ്റ് സെറ്റിൽ ആ സമയത്തുണ്ടായിരുന്നവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകില്ലേ? മാത്രമല്ല, പിന്നെ എന്തിനാണ് അത്തരമൊരു കുറ്റകൃത്യം ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രഞ്ജിത്ത് ആ യുവതിയെ, നടിയെ ഫോണിൽ ബന്ധപ്പെട്ടത്? എന്തിനാണ് ഒളിവിൽ പോകാൻ ശ്രമിച്ചത്? ഇതുമായി ബന്ധപ്പെട്ടൊരു അല്പം കൂടി വ്യക്തത വരേണ്ടതല്ലേ? നമുക്കറിയാം, രഞ്ജിത്തിനെതിരായിട്ടുള്ള ആദ്യ പരാതിയല്ല, മുൻപ് 2 പരാതികളുണ്ട്. ആ പരാതികളും വേണ്ട രീതിയിൽ രഞ്ജിത്തിനെതിരെ നടപടി എടുക്കാതിരിക്കാനുള്ള ഒരു കാരണം അതിന്റെ തെളിവുകളുടെ അഭാവവും ഈ പരാതി നൽകാനുള്ള ഒരു കാലതാമസവുമാണ്. ഇത് കൃത്യമായി അന്വേഷണ സംഘത്തിന് ആദ്യത്തെ പരാതിയിൽ, ബംഗാളി നടി നൽകിയ പരാതിയിൽ
മൊഴികൾ ഉണ്ടെങ്കിൽ പോലും തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. രഞ്ജിത്തിന് ഒരു മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഘട്ടത്തിലേക്ക് പോലും അന്വേഷണ സംഘത്തിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ അന്വേഷണമൊക്കെ നീണ്ടു. രണ്ടാമത്തേത് ഒരു പ്രകൃതി വിരുദ്ധ പീഡനമാണ്. ആ യുവാവ് പരാതി നൽകി, പക്ഷേ അതിൽ പോലും തെളിവുകളുടെ അഭാവമാണ് രഞ്ജിത്തിന് അതിൽ നിന്നും രക്ഷപ്പെടാനായി സഹായിച്ചത്. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ ഒരു കാലതാമസം ഉണ്ടായി എന്നിവർ ഉയർത്തി പറയുന്നത് ജനുവരി 30 പരാതി നൽകി. പക്ഷേ ജനുവരി 30 നടന്ന സംഭവം പരാതി നൽകിയതായിക്കോട്ടെ കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ്. പക്ഷെ അതിനിടയിൽ ആ പെൺകുട്ടിക്കുണ്ടായ മാനസിക വിഷമം, അവർ കൗൺസിലിംഗ് അടക്കം നേടേണ്ടി വന്നു. അതിൽ നിന്നൊക്കെ മുക്തിയായി ഒരു പരാതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം കിട്ടിയത് അപ്പോഴാണ്. ഇന്നലെ DCP പറഞ്ഞതുപോലെ ഒരു അതിജീവിത പരാതി എപ്പോൾ നൽകണം, എങ്ങനെ നൽകണം എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ്. അത് ഈ സംഭവം നടന്ന ഉടനെ തന്നെ പരാതി നൽകണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. പക്ഷെ അവർ പരാതി നൽകിയപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു അന്വേഷണം നടത്തു. ആ സിനിമ സെറ്റ്, അങ്ങനെ ഒരു സിനിമ ഷൂട്ട് ഉണ്ടായിരുന്നു. അവിടെ രഞ്ജിത്തിന്റെ മൊബൈൽ ഫോണിന്റെ റേഞ്ചും ഈ പെൺകുട്ടിയുടെയും ഒക്കെ ഒരേ ഇടത്ത് തന്നെയാണ് വന്നത്. അന്ന് രഞ്ജിത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് തന്നെ ആ പെൺകുട്ടി രഹസ്യമൊഴിയിലടക്കം ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കമ്മീഷണറോട് പെൺകുട്ടി പറഞ്ഞത് താൻ പരാതി നൽകുന്നതിന് മുൻപ് ഒരുപാട് ആലോചിച്ചു. കാരണം എതിർസ്ഥാനത്ത് നിൽക്കുന്നത് താൻ ഗുരുസ്ഥാനീയനായി കണ്ട ഒരാളാണ്. സിനിമാ മേഖലയിൽ അത്രയേറെ വേരുറപ്പുള്ള, അത്രയേറെ അപ്രമാദിത്യമുള്ള ഒരാളാണ്. അയാൾക്കെതിരെ ഒരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ തനിക്കൊപ്പം ആരൊക്കെ ഉണ്ടാകുമെന്ന് പോലും ഉറപ്പില്ല. ചിലപ്പോൾ സിനിമയിൽ നിന്നടക്കം തന്നെ മാറ്റി നിർത്തിയേക്കാം. ഇന്ന് അങ്ങനെയുള്ള ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ പോലും തനിക്കുണ്ടായ അനുഭവത്തിൽ അല്ലെങ്കിൽ തനിക്കുണ്ടായ ഈ മോശം അനുഭവത്തിന് നീതി ലഭിച്ചില്ല എന്ന, സിനിമയിലെ സംഘടനയിൽ നിന്നും നീതി ലഭിച്ചിട്ടില്ല എന്നൊരു തോന്നലാണ് നിയമപരമായും പെൺകുട്ടിയെ മുന്നോട്ട് പോകുവാനും പരാതി നൽകാനും ഒക്കെ പ്രേരിപ്പിച്ചത്. അത് സ്വാഭാവികമായും ഇത്തരം കേസുകളിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളുകളാണ് ഇത്തരം കേസുകളൊക്കെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പോലീസ് ഉണർന്നു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാരണവശാലും പ്രതി രക്ഷപ്പെടാൻ ഉള്ള പല നീക്കങ്ങൾ നടത്തിയെങ്കിലും അതിനുള്ള സാഹചര്യം ഒഴിവാക്കിയായിരുന്നു രഞ്ജിത്തിനെ പിടികൂടിയത്. അന്വേഷണവും ആ രീതിയിൽ തന്നെ ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.